أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്ത് പാരായണം ചെയ്യുമ്പോഴും അതിൽ ആദ്യം ഔദ് പാരായണം ചെയ്യാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള രക്ഷ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ ബസ്മല, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ബിസ്മി ചൊല്ലിയിട്ടാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ ഇസ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ഓരോ നാമങ്ങളും അത്യുത്കൃഷ്ടമായ നാമങ്ങളാണ്. അതിലൊരു വക്രീകരണമോ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അത്രമേൽ ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അതിന് തൊട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണാനിധിയും കാരുണ്യവാനും റഹ്മാനും റഹീം എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. പൂർണ്ണമായി എല്ലാ നിലക്കും റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന നിലക്കുമൊക്കെ വിശദീകരിക്കാം റഹ്മാനിനെ. അതുപോലെ റഹീം എന്നതും അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. അങ്ങനെയുള്ള പരമകാരുണ്യകൻ, കരുണാനിധി, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന നിലക്കാണ് നമ്മൾ സൂറത്ത് തുടങ്ങുന്നത്. അതിനുശേഷം ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാ, ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 5 സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഹംദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന നിലക്ക് തുടങ്ങുന്ന ഏകദേശം 5 സൂറത്തുണ്ട്. സൂറത്തുൽ ഫാത്തിഹ തന്നെ അങ്ങനെയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആദ്യ വചനം. അതുപോലെ തന്നെ ആദ്യം നമുക്കങ്ങനെ കാണാം. അതുപോലെ സൂറത്തുൽ അൻആം അങ്ങനെ ഉണ്ട്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫ് അങ്ങനെയാണ്. സൂറത്തു സബ ഹംദ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തുൽ മലായിക്ക അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിർ, ഇതും അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടുമൊക്കെ അങ്ങനെയാണ് കാരണം എന്തുകൊണ്ടാണ്? ഫാത്തിരി സമാവാത്തി വല്ലാർദ്, അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള കാരണം അതിനുശേഷം പറയുന്നുണ്ട്. കാരണം
ഫാത്തിരിസ് സമാവാതി വല്ലർളി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബഅ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു പറയുന്നത് അൽഹംദു, സ്തുതിയെല്ലാം, എല്ലാ സ്തുതികളും ലില്ലാഹി, അള്ളാഹുവിനാണ്. ഫാത്തിരിസ് സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടികർത്താവാണ്. വല്ലർളി, അള്ളാഹു ഭൂമിയുടെ സൃഷ്ടികർത്താവാണ്. ജാഇലിൽ മലായികത്തി, മലക്കുകളെ ആക്കിയവനാണവൻ. റുസുലൻ, ദൂതന്മാരാക്കിയവനാണ്. അള്ളാഹു മലക്കുകളെ ദൂതന്മാരാക്കി. ഉലി അജ്നിഹത്തിൻ, ചിറകുകളുള്ള മലക്കുകൾ. എങ്ങനെയുള്ള മലക്കുകളാണ്? ചിറകുകളുള്ള മലക്കുകളാണ്. മസ്ന വസുലാസ വറുബാ, മസ്ന എന്ന് പറഞ്ഞാൽ ഈ 2 ചിറകുകൾ, വസുലാസ 3, വറുബാ 4 ചിറകുകൾ. നമ്മൾ പറയല്ലേ വാഹിദ് ഇസ്നാനി സലാസ അർബാ എന്ന് പറയാറില്ലേ, എന്നതുപോലെ. യസീദു, അവൻ വർദ്ധിപ്പിക്കും. ഫിൽ ഖൽഖി, സൃഷ്ടിയിൽ വർദ്ധിപ്പിക്കും. മായശാ, അവൻ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും എല്ലാ വസ്തുവിനും ഖദീർ, കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് 1-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹു എങ്ങനെയുള്ള റബ്ബാണ്? ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടികർത്താവാണ് അള്ളാഹു. അള്ളാഹുവാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്, മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവാണ്. അള്ളാഹുവിന് പറ്റാത്തതായി ഒന്നുമില്ല. അലാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു. അതോടൊപ്പം അള്ളാഹു ആണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മലക്കുകൾക്ക് പല നിലക്കുള്ള പ്രത്യേകതയുണ്ട്. ആ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെയല്ല, ജിന്നുകളെ പോലെയല്ല, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മലക്കുകൾ. ആ മലക്കുകൾ അവർക്ക് അവരുടെ ദർജ, ഈ 1, 2 ചിറക്, 3 ചിറക്, 4 ചിറക് എന്നൊക്കെ അള്ളാഹു പറഞ്ഞത് തഫ്സീറുകളിൽ മുഫ്സിരീങ്ങൾ പറയുന്നത് അത് അവർക്ക് കൊടുത്ത ഉത്തരവാദിത്വത്തിന്റെ ശ്രേഷ്ഠത അനുസരിച്ച് അവർക്ക് ആ ചിറകുകൾക്ക് വ്യത്യാസമുണ്ട്. 2 ചിറക്, 3 ചിറക്, 4 ചിറക്, ആ നിലക്കാണെന്നും അങ്ങനെ വ്യത്യസ്തമായ രൂപമാണെന്നും മലക്കുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. അല്ലാഹു ആലം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നതിലൂടെയും അല്ലാതെ നമുക്ക് അതിനെ കണക്കാക്കുക എന്നത് സാധ്യമല്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അലാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് അള്ളാഹു 1-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഒന്നാമതായി അള്ളാഹുവിനെ സനാഹ് ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹംദ് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടാണ്, അള്ളാഹുത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലക്കാണ് ആ അധ്യായത്തിൻ്റെ തുടക്കം തന്നെ ഉള്ളത്. അല്ലെ, എല്ലാ അള്ളാഹുവിനാണ്, അള്ളാഹുവിന് കഴിവില്ലാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ആ സ്തുതി നമ്മൾ നൽകുകയാണ്. ഇപ്പോൾ തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ പറയാറുണ്ട്, ഒക്കെ അൽഹംദുലില്ലാ പറയാറുണ്ട്. കാരണം അവിടെയൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. റബ്ബിൻ്റെ ആ മഹത്വത്തെയും ശ്രേഷ്ഠതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്രകാരം നമ്മളൊക്കെ നിർവഹിക്കുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, അള്ളാഹു ആണ് ഈ മലക്കുകളെ നിയോഗിക്കുന്നത്. മലക്കുകളാണ്, ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് വഹിയുമായി വരുന്നത്. ആ മലക്കിനെ അതിനെയാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മക്കയിലെ മുശ്രിക്കുകളൊക്കെ, അബൂലഹബിൻ്റെ ഭാര്യയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങുമ്പോൾ പരിഹസിക്കുമായിരുന്നു. അവർ പറയുക ജിന്നുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാറുണ്ട്. അപ്പോൾ അത് അല്ല, മലക്കുകളാണ്. അള്ളാഹു പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഇറങ്ങി വരുന്ന മലക്കുകളാണ് ഇതെല്ലാം നൽകുന്നത് എന്ന നിലയ്ക്കാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. ഈ ചിറകുകൾ ഉള്ളത് എന്ന് പറഞ്ഞതിൻ്റെ ഒരാശയം അതിൻ്റെ രൂപവ്യത്യാസത്തെ അല്ലെങ്കിൽ സ്ഥാനപദവികളെയൊക്കെ എടുത്തു കാട്ടുന്നതായി നമുക്ക് അതിനുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രതിപാദിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മലക്കുകൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അല്ലെ? അത് അതിൻ്റെതായ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മണത്തറിയാനോ തൊട്ടറിയാനോ സ്പർശിച്ചറിയാനോ ഒന്നും സാധ്യമല്ല. എന്നാൽ മലക്കുകൾ പല രൂപങ്ങൾ പ്രാപിക്കും. മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്ന സംഭവങ്ങൾ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ അടുത്തേക്ക് വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലേക്ക് ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുത്തേക്ക് മലക്കുകൾ ചെന്ന വിവരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുള്ളതും പ്രസിദ്ധമായ സംഭവമാണ്. കണ്ടതായി നമുക്ക് ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ ആ വിഷയങ്ങൾ കാണാൻ കഴിയും. ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ ഒന്നാമത്തെ ആ മലക്കിനെ കാണുന്ന കാഴ്ച വിവരിച്ചതിൽ അല്ലേ, എന്നെപ്പറ്റി ഭയപ്പെട്ടു പോയി, ഞാൻ എന്നെപ്പറ്റി ഭയപ്പെട്ടു പോയി എന്നും, രണ്ടാമത്തെ കാഴ്ചയുടെ വിവരണത്തിൽ ഞാൻ പേടിച്ചു നടങ്ങി നിലത്തേക്ക് വീഴാൻ പോയി എന്നൊക്കെ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷാൽ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത് കാണാൻ സാധിക്കും. 100 ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നു. മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ലോകത്തിൻ്റെ നന്മയ്ക്കും അതുപോലെ തന്നെ മനുഷ്യരുടെ വിജയത്തിനുമൊക്കെ ആവശ്യമായ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ നബിമാരിലൂടെ അള്ളാഹു മലക്കുകൾ മുഖേനയാണ് എത്തിച്ചു കൊടുക്കുന്നത്. മറ്റ് പല കാര്യങ്ങളും മലക്കുകൾ മുഖേന ലോകത്ത് നടത്തപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഈമാൻ കാര്യങ്ങളിൽ 6 വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളിൽ വിശ്വസിക്കണം എന്ന് നമ്മളെല്ലാവരും മദ്രസയിലൊക്കെ പഠിക്കുന്ന വിഷയമാണ്. മലക്കുകളിൽ വിശ്വസിക്കണം. അത് നമ്മൾ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞ്, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് തള്ളി മാറ്റാൻ സാധ്യമല്ല. മതഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ മലക്കുകളുടെ അസ്തിത്വത്തെ നിഷേധിക്കുക സ്വാഭാവികമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ ചില ആളുകളുണ്ട് മലക്കുകൾ എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ രൂപത്തിൽ വിശ്വസിക്കാൻ ഒരു മടിയുള്ളതുപോലെ അതിനെ പല നിലയ്ക്കും വ്യാഖ്യാനിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പറഞ്ഞതുപോലെ ലോകത്തിന് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിലേക്ക് സന്ദേശം അറിയിക്കാൻ അള്ളാഹു മലക്കുകൾ മുഖേന മലക്കുകളിലൂടെ ആ സന്ദേശം എത്തിച്ചു കൊടുത്തതായി പരിശുദ്ധ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ വിഷയത്തിൽ പറഞ്ഞത്. ഈ സൂറത്ത് മലായിക്ക എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ഇത് മലക്കുകളെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മലക്കുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻ്റെ കാരണം അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. മലായിക്കത്തുകളെ സൃഷ്ടിച്ചതും മലക്കുകളെ അയച്ചതുമൊക്കെ അള്ളാഹുവാണ്. ആകാശങ്ങളെയും ഭൂമികളെയും ഈ പ്രപഞ്ചത്തെയും മുഴുവനും പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് പ്രധാനമായും ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം. അതോടൊപ്പം രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, കാരുണ്യവാൻ അള്ളാഹു മാ യഫ്തഹില്ല, അള്ളാഹു ഏതൊന്ന് തുറന്നു കൊടുക്കുന്നുവോ, അള്ളാഹു ആർക്കെങ്കിലും നൽകുന്നുവോ, ലിന്നാസി മനുഷ്യർക്ക് വേണ്ടി, മിർ റഹ്മത്തിൻ അവൻ്റെ കാരുണ്യമായിട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, ഫലാ മുംസിഖ പിടിച്ചു വെക്കുന്നവനില്ല, ലഹ അതിനെ, വമാ ഏതൊന്ന് യുംസിക്ക് അവൻ പിടിച്ചു വെക്കുന്നുവോ, ഫല എന്നാൽ വിട്ടയക്കുന്നവനില്ല, മുർസില അതിനെ, മിൻ ബഅദിഹി അവന് പുറമെ അതിനുശേഷം, വഹുവ അവൻ അൽ അസീസ് പ്രതാപശാലിയാണ്, അൽ ഹക്കീം അഗാധജ്ഞാനിയാണ്. അള്ളാഹു പറയുന്നത് കാരുണ്യമായിട്ടുള്ള ഏതൊന്നിനെയും അള്ളാഹു മനുഷ്യർക്ക് തുറന്നു കൊടുക്കുന്ന പക്ഷം അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല. അവൻ എന്തെങ്കിലും പിടിച്ചു വെക്കുന്നതായാൽ അതിനുശേഷം അതിനെ തുറന്നു വിടുന്നവനുമില്ല. അവനത്രേ അഗാധജ്ഞാനായ പ്രതാപശാലി എന്ന് അള്ളാഹു രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കണം. അള്ളാഹു നൽകുന്ന ഒരു കാര്യം അത് തടയാനും ആർക്കും കഴിയില്ല. അള്ളാഹു തടയുന്നൊരു കാര്യം ലോകത്തൊരു സൃഷ്ടികൾക്കും അത് നൽകാനും സാധ്യമല്ല എന്നാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായും അഗാധജ്ഞനായ പ്രതാപശാലിയാണ്. അത് അള്ളാഹു അൽ അസീസ് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമമാണ്, ഇസ്മാണ്. അൽ ഹക്കീം അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഏതൊന്നിനെ, മലക്കുകളോ പ്രവാചകന്മാരോ പുണ്യാത്മാക്കളോ ഗോളങ്ങളോ പ്രതിമകളോ എന്തു തന്നെ ആയാലും ശരി, ആരൊക്കെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ല, അത് ശിർക്കാണ്.
ആർക്കും അത് പ്രാർത്ഥിക്കപ്പെടാൻ അർഹരുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എല്ലാ നന്മകളും നൽകുന്നവൻ റബ്ബാണ്. നമ്മൾ ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലും പുറത്തുമൊക്കെ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനാഅത എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു നീ കൊടുക്കുന്നതിനെ മുടക്കുന്നവനില്ല, നീ മുടക്കിയവനെ കൊടുക്കാനും ലോകത്താർക്കും സാധ്യവുമല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹു നൽകുന്നൊരു കാര്യം അത് മലക്കുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയോ? ഇല്ല. പ്രവാചകന്മാർക്ക് കഴിയോ? ലോകത്തൊരു സൃഷ്ടികൾക്കും കഴിയില്ല. അള്ളാഹു നൽകുന്നതിനെ തടയാനും അള്ളാഹു തടഞ്ഞതിനെ നൽകാനും ആർക്കും സാധ്യമല്ല. എല്ലാത്തിനും കഴിവുള്ളവൻ റബ്ബാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു പറഞ്ഞു യാ അയ്യുഹന്നാസേ മനുഷ്യരെ, ഉദ്കുറൂ ഓർക്കുവിൻ, നിഅമത്തല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളിൽ, ഹൽ മിൻ ഖാലിക്കിൻ വല്ല സൃഷ്ടാവുമുണ്ടോ? അള്ളാഹ് ചോദിക്കുകയാണ്. ഒയറുല്ലാഹി അള്ളാഹു അല്ലാതെ, അള്ളാഹുവിന് പുറമെ, ഇർസുഖുക്കും അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം ആഹാരം നൽകുന്നു, മിനസ്സമാഇ വൽ അർള് ആകാശത്തു നിന്ന്, വൽ അർള് ഭൂമിയിൽ നിന്ന്. എന്നിട്ട് അള്ളാഹ് പറയാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഒരാരാധ്യനുമില്ല, ഇല്ലാ ഹുവ അവനല്ലാതെ, ഫഅന്ന എന്നിരിക്കെ എങ്ങനെയാണ് തൂഫഖൂൻ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്, നിങ്ങൾ ഈ നുണയിൽ അകപ്പെട്ടു പോകുന്നത്? എന്നിട്ട് അള്ളാഹ് പറയണ വയ്യുകദ്ദിബുക അവർ നിന്നെ വ്യാജമാക്കുന്നുവെങ്കിൽ, ഫഖദ് കുദ്ദിബത്ത് എന്നാൽ വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്, മുമ്പും വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. റുസുലും മിൻ ഖബലിക് നിനക്ക് മുമ്പും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പരമ്പര പരിശോധിച്ചാൽ ആ പ്രവാചകന്മാരൊക്കെ വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ എന്തിരുന്നാലും ശരി, എല്ലാവരും എന്തൊക്കെ ആരൊക്കെ വ്യാജമാക്കിയാലും കളവാക്കിയാലും പരിഹസിച്ചാലും അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് കാര്യങ്ങളെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുർജഉ മടക്കപ്പെടുന്നു, അൽ ഉമൂർ കാര്യങ്ങൾ, വഇലല്ലാഹ് അള്ളാഹുവിലേക്കാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് അള്ളാഹ് പറയാണ്, പ്രവാചകനെ വ്യാജമാക്കുന്നു. അന്നത്തെ കാലത്ത് പ്രവാചകനെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ, സന്ദേശങ്ങൾ പറയുമ്പോൾ അതിനെ കളവാക്കുകയും പരിഹസിക്കുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ഇതിനെ വ്യാജമാക്കുകയും മരണക്കാരനാണെന്ന് പറയുകയും സാഹിറാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകനോട് പറയാണ്, പ്രവാചകന്മാരെ വ്യാജമാക്കൽ ഇപ്പോൾ മാത്രമുള്ളൊരു കാര്യമല്ല, മുമ്പും അത് പതിവായി സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? മുൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ലൂത്ത് നബിയുടെ കാലത്താകട്ടെ, ആദ് സമുദായത്തിലേക്ക് വന്ന ഹൂദ് നബിയുടെ കാലത്താകട്ടെ, മദിയൻ സമുദായത്തിലേക്ക് വന്ന ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാകട്ടെ, അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രമാകട്ടെ, അവിടെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ പ്രവാചകൻ്റെ സന്ദേശത്തെ, ആ പ്രവാചകനെ വ്യാജമാക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് വ്യാജവാദികളുടെ മേൽ അവൻ നടപടി എടുത്തുകൊള്ളും എന്നുള്ള കാര്യം അള്ളാഹ് ഉറപ്പുകൊടുക്കുകയാണ്. അതുകൊണ്ട് മുൻ പ്രവാചകന്മാരെ പോലെ ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ ക്ഷമയും സ്ഥിരചിത്തതയും കൈക്കൊള്ളണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ എന്തൊക്കെ കളവുകളാക്കിയാലും പരിഹസിച്ചാലും ഈ ലോകത്ത് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹം ഓർക്കുകയും അവനാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനവും ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ നൽകിയത് എന്ന് മനസ്സിലാക്കുകയും അവനല്ലാതെ ഒന്നിനെയും ആരാധിക്കരുത് എന്ന സന്ദേശം ഈ സമുദായത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടും പ്രവാചകന്മാർ വന്നിട്ടും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ആളുകൾ തെറ്റിപ്പോകുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ മനസ്സിലാക്കണം, ഇലല്ലാഹി തുർജഉൽ എന്തൊക്കെ നിങ്ങൾ അഹങ്കരിച്ചാലും
വഇലല്ലാഹി തുർജഉൽ ഉമൂർ, നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത് അല്ലാഹുവിലേക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. റബ്ബിൻ്റെ മുന്നിലേക്ക് എല്ലാവരും എത്തുകയും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരികയും ചെയ്യുമെന്ന താക്കീത് അല്ലാഹു ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ ആയത്തിലെ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം, പരലോകമുണ്ട്, അൽ ജന്നത്തു ഹക്കുൻ അന്നാറു ഹക്കുൻ, ഇതൊക്കെ സത്യമാണ്, ബർസഖിയായ ലോകത്തൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇന്ന വഅദല്ലാഹി, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, ഹക്കുൻ അതൊക്കെ സത്യമാണ്, സ്വർഗമുണ്ടെന്നൊക്കെ പറയുന്നത് സത്യമാണ്. ഫലാ തഉറന്നക്കും, അള്ളാഹ് പറയാണ്, ആകയാൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കേട്ടാലും അല്ലേ, ആളുകൾ വഞ്ചിക്കുന്നുണ്ട്. എന്താണ് വഞ്ചിക്കുന്നത്? അൽ ഹയാത്തു ദുന്യ, ദുനിയാവിലെ ഈ ജീവിതം ഉണ്ടല്ലോ, ഈ ലോകത്തെ വിഭവങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ, ഇവിടുത്തെ അനുഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വല യഉറന്നക്കും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരമ മഹാചതിയനും വഞ്ചകനുമാണ് അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിലൊക്കെ ആളുകൾ എന്ത് ചെയ്യാണ്? വഞ്ചിക്കപ്പെടും. അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ഈ കാര്യങ്ങൾ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു വഞ്ചിക്കപ്പെടുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. ഒന്ന്, ദുനിയാവ് മനുഷ്യനെ വഞ്ചിച്ച് കളയും. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെയും നമ്മുടെ യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് മറപ്പിച്ച് കളയും, അശ്രദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ദുനിയാവാണ്, 2 ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാച് ലക്കും അദുവ്വൻ, നിങ്ങളുടെ ശത്രുവാണ് അല്ലേ എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയാണ് ഫത്തഖിദൂഹു അദുവ്വ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവനെ ശത്രുവായി കണക്കാക്കുക. ഇന്നമായതോ, നിശ്ചയമായും അവൻ ക്ഷണിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നത്, ഹിസ്ബഹു, അവൻ്റെ കക്ഷിയെ, ലിയകൂനു മിൻ അസ്ഹാബി സഗീർ, ആയിത്തീരാൻ വേണ്ടിയാണ്, ആയിത്തീരാൻ വേണ്ടിയാണ്, മിൻ അസ്ഹാബി സഗീർ, ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആളായിത്തീരാൻ വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത്. അപ്പം നമ്മളുടെ ഇച്ഛകളും ദുനിയാവിൻ്റെ താല്പര്യങ്ങളും അതുപോലെ നമ്മളെ പിശാചി ക്ഷണിക്കുന്നതും, ഏതൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചി, എൻ്റെ ശത്രുവായ പിശാചിൻ്റെ പണിയാണ്. ശത്രു പറയുന്നത് നമ്മൾ കേൾക്കണോ? നമ്മുടെ എല്ലാം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു പറയുന്നതാണോ നമ്മൾ അനുസരിക്കേണ്ടത് എന്ന് ഓരോ കാര്യങ്ങളെപ്പറ്റി ചെയ്യുമ്പോഴും ഓരോ മനുഷ്യനും ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന ഈ 2 കാര്യങ്ങളെ സൂക്ഷിക്കണം. ഒന്ന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് തീരെ വേണ്ടെന്നല്ല അല്ലേ, ദുനിയാവിലെ ജീവിതം ആവശ്യമാണ്. അത് പരലോകത്തിന് വേണ്ടി ജീവിക്കണം. പരലോകത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാനുള്ള കൃഷിയിടമായി ദുനിയാവിനെ കാണുകയും ഇവിടെ അമലുകൾ ചെയ്യുകയും ദുനിയാവിൽ നല്ലതുപോലെ ജീവിക്കുകയും, എന്നാൽ ദുനിയാവിൻ്റെ പളപ്പുളപ്പുകളിൽ മയങ്ങി ആഖിറ നഷ്ടപ്പെടുന്ന, പരലോകത്തെപ്പറ്റി ചിന്തിക്കാത്ത, ദുനിയാവിന് അമിതമായ താല്പര്യം കൊടുക്കുന്ന ആളുകളായി മാറിയാൽ ആ ദുനിയാവ് നമ്മളെ വഞ്ചിക്കും. ഹയാത്തു ദുന്യ, അതുപോലെ തന്നെ അതിന് പ്രേരിപ്പിക്കുന്ന പൈശാചികമായ ചിന്തകൾ, പിശാചിൻ്റെ ആൾക്കാരിലേക്ക്, നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ശത്രുവായ പിശാചിനെ ശത്രുവായി ഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മരണാനന്തര ജീവിതം, വിചാരണ, അവിടെയുള്ള രക്ഷാശിക്ഷകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങളെ ആരും വിസ്മരിക്കരുത് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അവസാന വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് അല്ലദീന കഫറു ലഹും, അല്ലദീന കഫറു, അവിശ്വസിച്ച ആളുകൾ, എന്നാൽ ഇതൊന്നും ഗണിക്കാതെ, പരിഗണിക്കാതെ, മനസ്സിലാക്കാതെ സത്യനിഷേധികളായി ജീവിച്ചവർ, ലഹും, അവർക്കുണ്ട് അദാബുൻ ഷദീദ്, കഠിനമായ ശിക്ഷ ഉണ്ട്. ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമായ അദാബ്, ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. വല്ലദീന, അവരെ സഹായിക്കാനും ശുപാർശയ്ക്കൊന്നും ആരും ഉണ്ടാകില്ല. അവരൊറ്റപ്പെട്ടു പോകുന്ന പ്രയാസത്തിൻ്റെയും വേദനയുടെയും ഇടത്തിലേക്കാണ് അവരെത്തിപ്പെടുക. വല്ലദീന ആമനു, എന്നാൽ ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അള്ളാഹു ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ദൂതന്മാരിൽ വിശ്വസിക്കുകയും ചെയ്തു, അമലു സ്വാലിഹാത്തി, അതിനനുസരിച്ച് അവൻ്റെ ഇബാദത്തുകളും കർമ്മങ്ങളും ദിക്റുകളും ദുആകളും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ലഹും, അവർക്കുള്ളത് എന്താണ്? മഹ്ഫിറത്ത്, അള്ളാഹുവിൻ്റെ മഹ്ഫിറത്ത്, പാപമോചനമുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കും അവൻ്റെ പാവങ്ങൾ. വജറുൻ കബീർ, അതുപോലെ തന്നെ ഒമ്പിച്ച പ്രതിഫലവും വലുതായ പ്രതിഫലവും അവർക്ക് അള്ളാഹു നൽകുമെന്നാണ്.
അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങൾ, ഇവിടെ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് കഠിന ശിക്ഷ നൽകാൻ കാരണം എന്താണ്? അത് അവൻ്റെ അവിശ്വാസമാണ്. ഇതിനെയൊക്കെ അവിശ്വസിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ്. അവിശ്വാസത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും പരിഗണിക്കുകയില്ല. നേരെ മറിച്ച് സത്യവിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ, വിശ്വാസമാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മ ചെയ്യാതെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടില്ല. വിശ്വാസിയായ ഒരാൾ, അതാണ് അള്ളാഹു പറഞ്ഞത്, വല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമലു സ്വാലിഹാത്ത്, അതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് പാവമോചനവും മുമ്പിച്ച പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 7 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പദാർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിൽ നൽകിയ താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.